രാവിലെ വീട്ടിൽ നിന്ന് ഞാൻ പുറപ്പെടുമ്പോൾ ചില ദിവസങ്ങളിൽ അമ്മ ചെറിയ റൊട്ടി തരും. എൻ്റെ നാട്ടിലത് ഒറോട്ടി എന്ന് പറയും. അരി കൊണ്ടുണ്ടാക്കിയ ഒരു പലഹാരമാണ്. അപ്പോൾ ഒരു ഫയൽ ബോർഡ് പോലത്തെ ഒരു സാധനം ഞാൻ കയ്യിലെടുക്കും, ഒരു ഫയൽ. അതിനകത്ത് ഇത് വെക്കും, ഉച്ചക്ക് അത് കഴിക്കും. അത് എല്ലാ ദിവസവും ഉണ്ടാകണമെന്നില്ല, ഇല്ലാത്ത ദിവസം ചിലപ്പോൾ ഉച്ചക്കൊന്നും കഴിച്ചില്ല എന്നും വരും. അങ്ങനെയൊക്കെയുള്ളൊരു നാളുകളായിരുന്നു എൻ്റെ കോളേജ് വിദ്യാർത്ഥി ജീവിതകാലം. എന്നാൽ ആ കാലത്തും ആരുടെടുത്തും എൻ്റെ വിഷമതകൾ അങ്ങനെ പറയാറില്ല. എല്ലാവരുടെ മുന്നിലും നല്ല അഭിമാനിയായിട്ട് തന്നെ ജീവിക്കാൻ കഴിഞ്ഞിരുന്നു. അന്നാണ് ഈ ഒറ്റ നിറമുള്ള വസ്ത്രം ധരിക്കുന്നത് തുടങ്ങിയത്. നിങ്ങൾക്ക് എത്ര ഡ്രസ്സ് ഉണ്ടെന്ന് മനസ്സിലാവില്ലല്ലോ, ഒരേ ഡ്രസ്സായാലും ഒരേ നിറമായാലും. ഗുഡ് ആഫ്റ്റർനൂൺ സർ, എൻ്റെ പേര് ദേവനന്ദ. ഞാൻ മൗണ്ട് കാർമൽ HSS കോട്ടയത്തു നിന്ന് വരുന്നു. എൻ്റെ ടീം മെമ്പേഴ്സിൻ്റെ പേര് പാർവതി, അഞ്ജലി. ഞങ്ങൾ YIP 7.0 വിന്നേഴ്സാണ്. ഞങ്ങളുടെ പ്രൊജക്റ്റിൻ്റെ പേരെന്ന് പറഞ്ഞാൽ സേഫ് സ്ലോപ്പ് എന്നാണ്. മണ്ണിടിച്ച സാധ്യത നേരത്തെ തിരിച്ചറിഞ്ഞ് അവിടെയുള്ള ജനങ്ങളെ നേരത്തെ തന്നെ മാറ്റി പാർപ്പിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു പ്രൊജക്റ്റാണ് ഞങ്ങളുടേത്. എനിക്ക് സാറിനോട് ചോദിക്കാനുള്ള ഡൗട്ട് ഇതാണ്. 18 വയസ്സിന് താഴെയുള്ള നിരവധി ഇന്നോവേറ്റേഴ്സിന് നിയമപരമായി സ്റ്റാർട്ടപ്പുകൾ രജിസ്റ്റർ ചെയ്യാനും അതുപോലെ ഗ്രാൻറ്റുകൾ ലഭിക്കുവാനും സാധിക്കുന്നില്ല. ഐഡിയേഷൻ കടന്ന് മുന്നോട്ട് പോകാൻ 18 വയസ്സിന് താഴെയുള്ള ഇന്നോവേറ്റേഴ്സിനെ പിന്തുണയ്ക്കുന്നതിനായി പ്രത്യേകമായൊരു സംവിധാനം സർക്കാരിന് പരിഗണിക്കാനാകുമോ? നിയമപരമായി ബാലവേല നിരോധിച്ച ഒരു രാജ്യമാണ് നമ്മുടേത്. അപ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട് എന്ന് നമ്മൾ കാണണം. എന്നാൽ ചെറിയ പ്രായത്തിൽ കുട്ടികൾ നിങ്ങൾ ഈ കാണിച്ചതുപോലെയല്ല, മറ്റു തരത്തിലുള്ള ചില പരിപാടികൾ നടത്താറുണ്ടല്ലോ പണ്ടേ. ഇപ്പോൾ ഒരു ചെറിയ ഷെഡ് പോലെ ഒന്ന് കെട്ടി ചെറിയൊരു വ്യാപാരം അവിടെ നടത്തുന്ന കുട്ടികൾ ചെറിയ പ്രായത്തിൽ ഞങ്ങളെയൊക്കെ തലമുറയിലും അതിനുശേഷവും കണ്ടിട്ടുണ്ട്. അതൊരു ബാലവേലയായിട്ടല്ല, അവരുടെ ഒരു മുൻകൈയുടെ ഭാഗമായിട്ട് വരുന്ന കാര്യമാണ്. അതേപോലെ നിങ്ങളുടെ മുൻകൈയുടെ ഭാഗമായി നിങ്ങളുടെ ആശയത്തിന് രൂപം കൊടുക്കാൻ കഴിഞ്ഞിരിക്കുന്നു. അത് ഏതെല്ലാം തരത്തിൽ പ്രോത്സാഹിപ്പിക്കാനാവും എന്നത് ഗൗരവമായി സംസ്ഥാനം പരിഗണിക്കുന്നതാണ്. അതിൻ്റെ ഭാഗമായി ആ കണ്ടുപിടുത്തം കൂടുതൽ നല്ല രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും സമൂഹത്തിന് ഉപകരിക്കത്തക്ക രീതിയിൽ മാറ്റുന്നതിനും എങ്ങനെ സാധിക്കുമെന്നതാണ് അതിലൂടെ പരിശോധിക്കാവുന്നത്. ഇത്തരം കണ്ടുപിടുത്തങ്ങൾ നമ്മുടെ നാട്ടിലും രാജ്യത്തിലും വലിയ തോതിൽ വ്യാപകമാക്കാൻ സ്റ്റാർട്ടപ്പുകളുടെ ഭാഗമായി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ഇപ്പോൾ നമ്മുടെ മാൻഹോൾ വൃത്തിയാക്കുന്ന ഒരു പരിപാടി സ്റ്റുഡൻസ് ആയിരുന്നു, ഒരു കൂട്ടം സ്റ്റുഡൻസാണ് ആദ്യം അത് പരിപാടി തയ്യാറാക്കിയത്. നമ്മുടെ സ്റ്റാർട്ടപ്പ് മിഷൻ അതിനാവശ്യമായ പിന്തുണ കൊടുത്തു. ഇന്നത് രാജ്യമാകെ അംഗീകരിച്ചിട്ടുള്ള ഒരു കണ്ടുപിടുത്തമാണ്. എല്ലാവരും അത് പ്രാവർത്തികമാക്കാൻ, പല സംസ്ഥാനങ്ങളും അത് പ്രാവർത്തികമാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലുള്ള അവസരങ്ങൾ പിന്നീട് വരും. ഏതായാലും ഈ നിങ്ങൾ ഉന്നയിച്ച പ്രശ്നത്തിൽ എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ കഴിയുക എന്നുള്ളത് സംസ്ഥാനം ഗൗരവമായി പരിഗണിക്കും. ഹലോ, നമസ്കാരം സർ. എൻ്റെ പേര് നിശാന്ത് കിരൺ. ഞാനും എൻ്റെ സുഹൃത്തുക്കൾ നീരജും നിദാലും ഞങ്ങൾ ഗ്രാഫൻ ഇന്നോവേഷൻസ് എന്ന് പറഞ്ഞൊരു സ്റ്റാർട്ടപ്പിൻ്റെ ഫൗണ്ടേഴ്സാണ്. അതുപോലെ YIP 6.0 വിന്നേഴ്സാണ്. ഞങ്ങളൊരു ഓട്ടോമാറ്റിക് സോളാർ പാനൽ ക്ലീനിങ് മെഷീനാണ് ഉണ്ടാക്കുന്നത്. സാറിനോട് എൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, അങ്ങയുടെ വിദ്യാർത്ഥി ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രചോദനം നൽകിയ കാര്യങ്ങൾ ഏതൊക്കെയായിരുന്നു? അതോടൊപ്പം അന്നത്തെ ബുദ്ധിമുട്ടുകളും വെല്ലുവിളികളും അങ്ങ് എങ്ങനെയാണ് മറികടന്നത്? സർ, പ്രതിസന്ധികൾ മുന്നിൽ വരുമ്പോൾ അക്ഷോഭ്യമായി അതിനെ നേരിടുന്ന അങ്ങയുടെ സമചിത്തതയെ എല്ലാവരും പ്രത്യേകം നോക്കിക്കാണുന്നുണ്ട്. നമ്മുടെ പുതിയ തലമുറ അതുകൊണ്ട് അങ്ങയെ ഒരു റോൾ മോഡലായി തന്നെ ആ വിഷയത്തിൽ കണ്ടുകൊണ്ടാണ് അവരുടെ ആശങ്ക. ഒരു വിശദമായ ഉത്തരം അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അത്ര വിശദമായി പോയാൽ അത് വളരെ കൂടുതലായി പോകും. കാരണം നമ്മുടെ ഇന്നത്തെ തലമുറയിൽപ്പെട്ട നിങ്ങൾ ജീവിച്ചിരുന്ന പോലുള്ള ഒരു കാലത്തല്ല എൻ്റെ ചെറുപ്പകാലം. നിങ്ങളിപ്പോൾ നിങ്ങളുടെ വീട്ടിലായാലും അച്ഛനമ്മമാരായാലും ചുറ്റുപാടുള്ളവരായാലും എല്ലാം നിങ്ങളുടെ പഠിത്തത്തെ വലിയ തോതിൽ പിന്താങ്ങുന്നവരാണ്. അതിൻ്റെ കൂടെ തന്നെയാണ് ചിലപ്പോൾ നിങ്ങളെക്കാളും കൂടുതൽ താല്പര്യമെടുത്ത് നിങ്ങളെ കൂടെ നിൽക്കുകയായിരിക്കും അച്ഛനും അമ്മയൊക്കെ. അങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിൻ്റെ ഇന്നത്തെ രീതി. ഇരിക്കും ചോദിച്ചാലിരിക്കും. അപ്പോൾ ഞാൻ പഠിക്കുന്ന കാലത്ത് എൻ്റെ ചുറ്റുപാടും അങ്ങനെ പഠനത്തെ പിന്താങ്ങാൻ പറ്റുന്ന അധികം ആളുകളില്ല. ആ പഴയ തലമുറ എന്ന് പറയുന്നതിൽ
ആ തരത്തിൽ വിദ്യാഭ്യാസം ലഭിച്ചവർ തന്നെ വളരെ കുറവാണ്. അപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് പഠനത്തിനാവശ്യമായ പിന്തുണ ലഭിക്കുക എന്നുള്ളത് അന്ന് അത്ര പ്രായോഗികമല്ല. അതാണ് ഒരവസ്ഥ. പിന്നെ അങ്ങനെയൊരു വിദ്യാഭ്യാസത്തിൻ്റേതായ പിൻബലമില്ലാത്ത ഒരു കുടുംബത്തിലാണ് ഞാൻ പിറക്കുന്നത്. എൻ്റെ അച്ഛനൊരു ചെത്തുതൊഴിലാളിയാണ്. അമ്മ സാധാരണ വീട്ടു തൊഴിലും പിന്നെ കാർഷിക വൃത്തിയും ഒക്കെ ചെയ്യുന്ന സാധാരണ ഒരു നാടൻ സ്ത്രീ. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സാധാരണ ഒരു കുടുംബം ഒരു 5ാം തരം പഠനം കഴിഞ്ഞപ്പോൾ ആദ്യത്തെ വെല്ലുവിളി വരികയാണ്. അപ്പോൾ വളരെ വിശദമായി പോകണോ? പറയണം സർ, കുട്ടികൾക്ക് അത് കേൾക്കാൻ താല്പര്യമുണ്ട്. അപ്പോൾ ഇനി പഠിക്കണ്ട, എന്താ പഠിച്ചിട്ട് എന്താ കാര്യം? ഇനി അന്ന് ഞങ്ങളുടെ നാട്ടിൽ ഈ ബീഡി കെട്ടുണ്ട്. ബീഡി തിരച്ചിട്ട് ഒരാൾ ബീഡി തിരക്കും, അത് കെട്ടിക്കൊടുക്കും കുട്ടി മുന്നിലിരുന്നിട്ട്. അപ്പോൾ ബീഡി കെട്ടാൻ പോയാൽ മതി എന്നായി. അപ്പോൾ എന്നെ പഠിപ്പിച്ച സ്കൂളിലെ പ്രധാന അധ്യാപകൻ അദ്ദേഹം എൻ്റെ അമ്മയെ വിളിപ്പിച്ചു. ഈ കുട്ടി തുറന്ന് പഠിക്കണം കേട്ടോ, പഠിക്കുന്നിടത്തും വരെ പഠിക്കണം, അതുകൊണ്ട് തുറന്ന് പഠിപ്പിക്കണം എന്ന് പറഞ്ഞു. എന്നാലും മറ്റേ സമ്മർദ്ദത്തിനാണ് കൂടുതൽ പ്രാധാന്യം കിട്ടിയത്. അപ്പോൾ ഒരു അകന്ന ബന്ധുവായ ഒരാളുടെ അടുത്ത് ചെന്നു. അയാളൊരു ബീഡിപ്പണിക്കാരനാണ്. അപ്പോൾ ഇവനെ കൂട്ടണമെന്ന് പറഞ്ഞു. അവനത്ര അതിനൊന്നും കൂട്ടാനൊന്നും ആയിട്ടില്ല, അവനും പഠിക്കട്ടെ എന്ന് പറഞ്ഞ് അയാൾ മടക്കി. അപ്പോൾ നാട്ടിലെ ഒരു പ്രധാനിയായിട്ടുള്ള മറ്റൊരു ബീഡി തൊഴിലാളിയുണ്ട്. പിന്നെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും അടുത്ത സുഹൃത്തായി വന്ന ഒരാളാണ് അയാൾ, രക്ഷിതാവിനെ പോലെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നപ്പോൾ പറഞ്ഞു, അവനൊന്നും ഇപ്പം ജോലിക്കൊന്നും പോകണ്ട, ജോലിയല്ല പണിയാണ്, പണിക്കൊന്നും പോകണ്ട, ഇവിടെ പഠിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അമ്മ പഠിപ്പിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ UP സ്കൂളിലായി. UP സ്കൂളിലായപ്പോൾ അവിടെ എൻ്റെ ഒരു മലയാളം അധ്യാപകനുണ്ടായിരുന്നു. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു കഥയാണത്. ഒരു മുൻഷി എന്നാണ് ഞങ്ങൾ വിളിക്കുക, വിദ്വാൻ വി ശങ്കരൻ എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹം എന്നെ ഒരു ദിവസം വിളിച്ചിട്ട് ചോദിച്ചു, നിൻ്റെ നക്ഷത്രം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ നക്ഷത്രം പറഞ്ഞു. ഇതായിരിക്കില്ല കേട്ടോ, എൻ്റെ അമ്മയോട് വരാൻ പറയണമെന്ന്. അങ്ങനെ അപ്പം മുൻഷി അമ്മയെ വിളിച്ചു എന്ന് പറയുന്നത് എൻ്റെ നാട്ടിലൊരു വാർത്തയാണ്. അതൊരു സംഭവമായിട്ട് മാറി. അങ്ങനെ അവിടെ അമ്മ ചെന്നു. അപ്പോൾ ചോദിച്ചു, ഏതാ പ്രസവ സമയം ഏതായിരുന്നു എന്ന് ചോദിച്ചു. അന്നൊന്നും ഈ കൃത്യമായിട്ട് സമയം എഴുതി വെക്കുന്ന സമയമില്ല. അപ്പോൾ ഉച്ച കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അദ്ദേഹം പിന്നെ ജ്യോതിഷ പണ്ഡിതനാണ്. അദ്ദേഹം പറഞ്ഞു, നിങ്ങളീ പറയുന്നതല്ല നക്ഷത്രം, മറ്റൊരു നക്ഷത്രമാണ്. അന്ന് ഇന്ന സമയത്തേക്ക് നക്ഷത്രം കഴിഞ്ഞു, അടുത്ത നക്ഷത്രം ഇന്ന സമയത്ത് ആരംഭിക്കുകയാണ്. ഞാൻ എഴുതിത്തരാം ഇവൻ്റെ ജാതകം എന്നിട്ട് എൻ്റെ ഒരു ജാതകം എഴുതി അമ്മേൻ്റെ കയ്യിൽ കൊടുത്തു. പിന്നീട് എന്നിട്ട് പറഞ്ഞു, ഇവൻ എവിടെയാണോ തോക്കുന്നത് അവിടെ നിങ്ങൾ നിർത്തിക്കോ, അതേവരെ പഠിപ്പിക്കണം, ആ വാക്ക് എനിക്ക് തരണം എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ അതാണ് എൻ്റെ തുടർ പഠനത്തിന് ഇടയാക്കിയത്. അപ്പോൾ അന്ന് UP സ്കൂളിൽ ESLC എക്സാമിനേഷൻ ഉണ്ട്, ആദ്യത്തെ പൊതുപരീക്ഷയാണ്. ആ ESLC എക്സാമിനേഷൻ ആ സ്കൂളിൽ ഞങ്ങൾ 3 പേര് മാത്രമാണ് പാസ്സായത്. അതിലൊരാൾ ഞാനായിരുന്നു. അപ്പോൾ മറ്റ് പിന്തുണയൊന്നും ഈ പറഞ്ഞ ഒരു പിന്തുണയും ലഭിക്കാനില്ല കേട്ടോ. ഇതിനിടക്ക് നമ്മൾ സ്വന്തമായി പഠിച്ചു, അങ്ങനെ ഉണ്ടാകുന്ന മാറ്റമാണ്. അപ്പോൾ ഇത്തരം വെല്ലുവിളികൾ നിലനിന്നു. കോളേജ് തുറന്നു പോകുന്നു. ഹൈസ്കൂളിൽ തിരുളശ്ശേരി ഹൈസ്കൂളിൽ ചേരുന്നു. അവിടുന്ന് പിന്നെ SLC കഴിഞ്ഞതിന് ശേഷം 1 വർഷം ഒഴിവ് വരുന്നു. അതായത് ആ SLC കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു അമ്മാവൻ ഭദ്രാവതിയിലുണ്ടായിരുന്നു, അവിടെ ഞാൻ പോയിരുന്നു. വെറുതെ പോയതാണ്. പക്ഷേ തിരിച്ചെത്തുമ്പോഴേക്ക് കോളേജ് അഡ്മിഷന് സമയം കഴിഞ്ഞു പോയി. പാസ്സായി എന്ന് വിവരം കിട്ടിയപ്പോഴാണ് ഇങ്ങോട്ട് വരുന്നത്. പക്ഷേ കോളേജ് അഡ്മിഷന് സമയം കഴിഞ്ഞു പോയി. 1 വർഷം പിന്നെ അപ്പോൾ അടുത്ത സ്ഥലത്ത് തന്നെ നെയ്ത്ത് പണിയുണ്ട്. അപ്പോൾ അവിടെ പോയി നെയ്ത്ത് പണിയെടുത്തു 1 വർഷം. അതൊരു ഗുണമായി, കുറച്ച് കാശ് അതിൻ്റെ ഭാഗമായി ലഭിക്കുന്ന നില വന്നു. അങ്ങനെയാണ് PUCക്ക് ചേരുന്നത്. അന്ന് PUC ആണ്, നിങ്ങളെ പ്രീ ഡിഗ്രി അല്ല, നേരത്തെ ഉണ്ടായ പ്രീ ഡിഗ്രി അല്ല. അപ്പോൾ PUCക്ക് ചേർന്നു. ആ കോളേജ് വിദ്യാഭ്യാസ ഘട്ടത്തിൽ നല്ല പൊതുധാരണകൾ വളർന്നു വരികയാണ്. വളരുന്നതോടൊപ്പം നമ്മുടെ പൊതുധാരണയും മാറുമല്ലോ. അങ്ങനെ എനിക്കും ചില മാറ്റങ്ങൾ സംഭവിക്കുന്നു. വിദ്യാർത്ഥി പ്രവർത്തകനായി മാറുന്നു. കേരളത്തിലെ ഒരു വിദ്യാർത്ഥി സംഘടനയുടെ ഏറ്റവും പ്രധാന പ്രവർത്തകരിൽ ഒരാളായിട്ട് ഞാനും മാറുന്നു. അതിൻ്റെ ഭാഗമായി ആ സംഘടനയുടെ അന്ന് KSF ആണ്,
ഞാനുണ്ടായിരുന്ന സംഘടന. ആ സംഘടനയുടെ സംസ്ഥാന പ്രസിഡൻ്റായും സെക്രട്ടറിയായൊക്കെ പ്രവർത്തിക്കുന്നു. ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്ന ഘട്ടത്തിലുണ്ടായിരുന്ന അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളെ ചുറ്റുപാടല്ല അന്നത്തെ എൻ്റെ ചുറ്റുപാട്. രാവിലെ വീട്ടിൽ നിന്ന് ഞാൻ പുറപ്പെടുമ്പോൾ ചില ദിവസങ്ങളിൽ അമ്മ ചെറിയ റൊട്ടി തരും. എൻ്റെ നാട്ടിലത് ഒറോട്ടി എന്ന് പറയും. അരി കൊണ്ടുണ്ടാക്കിയ ഒരു പലഹാരമാണ്. അപ്പോൾ ഒരു ഫയൽ ബോർഡ് പോലത്തെ ഒരു സാധനം ഞാൻ കയ്യിലെടുക്കും, ഒരു ഫയൽ. അതിനകത്ത് ഇത് വെക്കും, ഉച്ചക്ക് അത് കഴിക്കും. അത് എല്ലാ ദിവസവും ഉണ്ടാകണമെന്നില്ല. ഇല്ലാത്ത ദിവസം ചിലപ്പോൾ ഉച്ചക്കൊന്നും കഴിച്ചില്ല എന്നും വരും. അങ്ങനെയൊക്കെയുള്ളൊരു നാളുകളായിരുന്നു എൻ്റെ കോളേജ് വിദ്യാർത്ഥി ജീവിതകാലം. എന്നാൽ ആ കാലത്തും ആരുടെടുത്തും എൻ്റെ വിഷമതകൾ അങ്ങനെ പറയാറില്ല. എല്ലാവരുടെ മുന്നിലും നല്ല അഭിമാനിയായിട്ട് തന്നെ ജീവിക്കാൻ കഴിഞ്ഞിരുന്നു. അന്നാണ് ഈ ഒറ്റ നിറമുള്ള വസ്ത്രം ധരിക്കൽ തുടങ്ങിയത്. നിങ്ങൾക്ക് എത്ര ഡ്രസ്സ് ഉണ്ടെന്ന് മനസ്സിലാവില്ലല്ലോ, ഒരേ ഡ്രസ്സായാലും ഒരേ നിറമായാലും. അങ്ങനെ എല്ലാമുള്ള വെല്ലുവിളികൾ നമ്മൾ അത് സാധാരണ നിലക്കങ്ങ് എടുത്താൽ മതി. നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് നമ്മുടെ കഴിവിനനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നമ്മൾ തെറ്റായ വഴികളിലേക്ക് നീങ്ങാതിരുന്നാൽ മതി. അത് ഏറ്റവും പ്രധാനമാണ്. എന്താണോ ഉള്ളത് അത് വെച്ച് ജീവിക്കാൻ പഠിക്കുക. അതിൻ്റെ ഭാഗമായി പിന്നീട് പൊതുരംഗത്തേക്ക് കോളേജിൽ തന്നെ മാറുകയാണ്. കോളേജിൻ്റെ ഡിഗ്രിയുടെ സെക്കൻഡ് ഇയറൊക്കെ ആകുമ്പോഴേക്ക് വലിയ തോതിലുള്ള പൊതുപ്രവർത്തകനായിട്ട് മാറുകയാണ്. അങ്ങനെയൊക്കെയാണ് 25-ാമത്തെ വയസ്സിൽ MLA ആയി വരുന്നത്. പിന്നീട് പൊതുപ്രവർത്തനമാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ. ഇതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ചില ഭാഗങ്ങൾ. നമസ്കാരം സർ, എൻ്റെ പേര് ശ്രീലക്ഷ്മി. ഞാൻ ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജിലെ ഫൈനൽ ഇയർ MBBS വിദ്യാർത്ഥിനിയാണ്. ഞാനിന്ന് വന്നിരിക്കുന്നത് എൻ്റെ ടീം മെമ്പറായ ഹൗസ് സർജൻ ഡോക്ടർ ആൻ സെറീന വിൽസൻ്റെ കൂടെയാണ്. ഞങ്ങൾ പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിൽ നിന്നാണ് വരുന്നത്. ഞങ്ങൾ YIP 7.0-ൻ്റെ വിന്നേഴ്സാണ്. ഞങ്ങളുടെ ഐഡിയയെക്കുറിച്ച് പറയാനാണെങ്കിൽ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഡയബറ്റീസ് കാരണം നമ്മുടെ കാലിൻ്റെ പാദത്തിൻ്റെ സെൻസേഷൻ കുറയുകയും അതിനെ തുടർന്നുണ്ടാകുന്ന ചെറിയ മുറിവുകൾ വലിയ അൾസറുകളായി മാറുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് ഈ അൾസറുകൾ കാരണം നമ്മുടെ കാല് മുറിച്ച് മാറ്റേണ്ട ഒരു അവസ്ഥയിലോട്ട് നമ്മൾ വരുന്നുണ്ട്. അതാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. അപ്പോൾ ഞങ്ങളുടെ ആശയം എന്ന് പറയുന്നത് ഈ കാലിൻ്റെ മുറിച്ച് മാറ്റുന്നതിൻ്റെ എണ്ണം കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് അങ്ങയോട് ചോദിക്കാനുള്ളത്, അങ്ങയുടെ പല പ്രസംഗങ്ങളിലും നവകേരളം എന്നുള്ളൊരു പ്രയോഗം ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ YIP പോലുള്ള പ്രോഗ്രാംസ് എങ്ങനെയാണ് നവകേരളം സൃഷ്ടിക്കുന്നതിൽ സഹായിക്കുന്നത്? നല്ല ചോദ്യമാണ്. നവകേരളം എന്നത് ഏതെങ്കിലും ഒരു രംഗത്തിൻ്റെ വികാസം മാത്രമല്ല. ഇപ്പോൾ സാധാരണ വികസനം എന്ന് പറയുമ്പോൾ ചില വ്യവസായങ്ങൾ വരിക, ആ തരത്തിലുള്ളൊരു വികസനം മാത്രമാണ് പെട്ടെന്ന് നമ്മുടെ മനസ്സിലുണ്ടാവുക. എന്നാൽ ഇവിടെ ഇപ്പോൾ നിങ്ങൾ ചൂണ്ടിക്കാണിച്ചതുപോലുള്ള ജനങ്ങളുമായി ബാധിക്കുന്ന പ്രശ്നങ്ങൾ, അവയ്ക്കെല്ലാം നല്ല രീതിയിൽ പരിഹാരങ്ങൾ കാണുക എന്നത് ഈ നവകേരളത്തിൻ്റെ ഏറ്റവും പ്രധാനമായ ലക്ഷ്യമാണ്. വളരെ ചുരുക്കത്തിൽ പറഞ്ഞാൽ, നമ്മുടെ ലോകത്ത് വികസിത രാഷ്ട്രങ്ങളുണ്ട്. ആ വികസിത രാഷ്ട്രങ്ങളിലുള്ള സൗകര്യങ്ങൾ, ജീവിത സൗകര്യങ്ങൾ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഇല്ല. എന്നാൽ നമ്മുടെ നാട് വലിയ തോതിൽ നമ്മുടെ രാജ്യത്തിനകത്ത് മെച്ചപ്പെട്ട ജീവിത നിലവാരമുള്ളൊരു നാടാണ്. അതിൻ്റെ ഭാഗമായി തന്നെ ലോകത്തിലെ വികസിത രാഷ്ട്രങ്ങളോട് പല കാര്യങ്ങളിലും കിടപിടിക്കാവുന്ന അവസ്ഥ നമുക്കുണ്ടായിട്ടുണ്ട്. അത് നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതിൻ്റെ ഭാഗമായാണ് നേരത്തെ കേരള മോഡൽ എന്ന ഒരു വിശേഷണം തന്നെ വന്നിരുന്നത്. പക്ഷേ ഒരു ഘട്ടത്തിൽ അതിന് വേണ്ട രീതിയിലുള്ള തുടർച്ചയുണ്ടായില്ല. ഒരിടത്ത് സ്തംഭിച്ച് നിൽക്കുന്ന അവസ്ഥ വന്നു. പിന്നെ അവിടുന്ന് മുന്നോട്ട് പോകാനുള്ള ശ്രമം നമ്മൾ ആരംഭിച്ചു. അതിൻ്റെ ഭാഗമായി എല്ലാ മേഖലകളും വികസിപ്പിക്കുകയാണ്. നമ്മുടെ നാടിൻ്റെ വികസനം എന്നത് ഞങ്ങൾ പലപ്പോഴായിട്ട് പറയുന്നൊരു കാര്യമുണ്ട്, സർവ്വതല സ്പർശിയായ വികസനം. എന്താ സർവ്വതല സ്പർശിയായ വികസനം എന്ന് പറഞ്ഞാൽ, നിങ്ങളിപ്പോൾ എല്ലാ പ്രദേശത്തു നിന്നും വന്ന കുട്ടികളാണ്. നമ്മുടെ രാജ്യത്ത് തന്നെ അല്ലെങ്കിൽ ലോകത്ത് തന്നെ പലയിടങ്ങളും എടുത്ത് പരിശോധിച്ചാൽ ഒരു പ്രധാന പട്ടണം കാണും. ആ പട്ടണമാണ് വികസിക്കുന്നത്. അവിടെയാണ് വികാസം മുഴുവൻ ഉണ്ടാകുക. അവിടുന്ന് കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല. ഇപ്പോൾ
നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ ഒരു അനുഭവം എടുത്താൽ ഒരു പ്രധാന പട്ടണം, ആ പട്ടണം നല്ല രീതിയിൽ വികസിച്ച് വരുന്നു. അവിടെ നിന്ന് കുറച്ച് അങ്ങോട്ട് പോയാൽ പിന്നെ ഒരു സൗകര്യമില്ല. ഇപ്പോൾ ഒരു ആധ്യാത്മിക രംഗത്ത് പ്രവർത്തിക്കുന്ന ശ്രീ എം എന്ന് പറയുന്ന ആളെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല. അദ്ദേഹത്തിൻ്റെ കൂടെ സഞ്ചരിച്ച ഒരാൾ ഒരു ദിവസം അദ്ദേഹം നടത്തിയ ഒരു യാത്ര, ആ യാത്രയിൽ കർണാടകയുടെ ഒരു അതിർത്തിയിൽ വെച്ച് എന്നെ വിളിക്കുകയുണ്ടായി. അപ്പോൾ എവിടെയാന്ന് ചോദിച്ചപ്പോൾ ഒരു ഗ്രാമത്തിലാണ്. അവിടെ യാതൊരുവിധ സൗകര്യങ്ങളുമില്ല, റോഡ് തന്നെ വളരെ ഇല്ലാത്ത അവസ്ഥയാണ്. എന്നാൽ ബാംഗ്ലൂർ എന്ന് പറയുന്ന പട്ടണം നല്ല രീതിയിൽ വികസിച്ചൊരു സ്ഥലമാണ്. ഇത് ഓരോ വികസിത കേന്ദ്രങ്ങളുടെയും കുറച്ചപ്പുറം ചെന്നാലുള്ള അവസ്ഥയാണ്. ഇതല്ല നമുക്ക് വേണ്ടത്. നമുക്ക് എല്ലായിടങ്ങളിലും വികസനത്തിൻ്റെ സ്പർശമേൽക്കണം. എല്ലാ ഗ്രാമങ്ങളും, നമ്മളെ ഗ്രാമങ്ങൾ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നഗര സ്വഭാവമുള്ളവയാണ്. മഞ്ചേശ്വരം മുതൽ ഇങ്ങ് പാറശാല വരെ എല്ലാം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ പട്ടണമായി കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാ സ്ഥലങ്ങളും വികസനത്തിൻ്റെ സ്പർശമേൽക്കണം. അതിൻ്റെ ഭാഗമായി നമ്മൾ ചെയ്ത നടപടികൾ നിങ്ങൾ നോക്കൂ. സ്കൂളുകൾ നന്നാക്കാൻ തീരുമാനിച്ചു. നമ്മുടെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലൂടെ പൊതുവിദ്യാലയങ്ങൾ 5000 കോടി രൂപ ചെലവിട്ടാണ് നന്നാക്കിയത്, നവീകരിച്ചത്. അത് വെറും കെട്ടിട നവീകരണമല്ലല്ലോ. നിങ്ങൾ തന്നെ സ്മാർട്ട് ക്ലാസ് റൂമിലല്ലേ പഠിച്ചത്, ഹൈടെക് സ്കൂളിലല്ലേ പലരും പഠിച്ചത്. അങ്ങനൊരു മാറ്റം കേരളത്തിൽ വന്നില്ലേ? അത് ഏതെങ്കിലും ഒരു പ്രത്യേക കേന്ദ്രത്തിലല്ലല്ലോ, കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തുമാണല്ലോ. നമ്മുടെ ആരോഗ്യരംഗം, പ്രൈമറി ഹെൽത്ത് സെൻ്ററുകൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ തീരുമാനിച്ചു. കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി മാറിയല്ലോ. അത് ഏതെങ്കിലും ഒരിടത്തല്ലല്ലോ, എല്ലായിടങ്ങളിലുമാണല്ലോ. കേരളത്തിലെ താലൂക്ക് ആശുപത്രി മുതൽ മെഡിക്കൽ കോളേജ് ആശുപത്രികൾ വരെ സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങൾ ഒരുക്കുന്നു. ഇതിൻ്റെയൊക്കെ മാറ്റം എല്ലായിടങ്ങളിലുമാണല്ലോ വരുന്നത്, വ്യാപകമാണല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന കാര്യം എന്താണ്? എല്ലായിടങ്ങളിലും വികസനത്തിൻ്റെ സ്പർശേൽക്കുകയാണ്. അതേപോലെ നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് പ്രത്യേക വിഭാഗങ്ങളുണ്ട്. ഇന്നത്തെ കാലത്ത് നമ്മൾ അതിദരിദ്രരായിട്ട് ആരുമില്ല. അങ്ങനെ അതിദരിദ്രമുക്താക്കാൻ നമ്മുടെ കേരളത്തിന് കഴിഞ്ഞല്ലോ. എന്നാൽ പല വിഭാഗങ്ങളുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. നല്ല സമ്പന്നരുണ്ട്, അത്രത്തോളം സമ്പത്തില്ലാത്തവരുണ്ട്, സാമൂഹ്യമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗത്തിൽപ്പെട്ടവരുണ്ട്. അങ്ങനെയൊക്കെയുള്ള എല്ലാവർക്കും ഈ വികസനത്തിൻ്റെ സ്വാദ് ഒരേപോലെ ലഭിക്കണമല്ലോ. ഇപ്പോൾ സമ്പന്ന ആൾക്കാരാണെങ്കിൽ സമ്പന്നർക്ക് മാത്രം എന്ന തരത്തിൽ വികസന സ്വാദ് കിട്ടിയതുകൊണ്ട് കാര്യമില്ലല്ലോ. അവർക്ക് സാധാരണഗതിയിൽ തന്നെ അതിനുള്ള ശേഷിയുണ്ടല്ലോ. എല്ലാവർക്കും വികസനത്തിൻ്റെ സ്വാദ് ലഭിക്കണം. ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണങ്ങൾ എല്ലാവർക്കും ലഭിക്കുന്നതാണ്. വിദ്യാർത്ഥികൾ എല്ലാ കുട്ടികളുമാണ്, ആരോഗ്യ രംഗത്ത് എല്ലാവരുമാണ്. അപ്പോൾ നാടിൻ്റെ ഭാഗമായി എല്ലാവർക്കും വികസനത്തിൻ്റെ സ്വാദനുഭവിക്കാൻ കഴിയുകയാണ്. ഇതാണ് സാമൂഹ്യ നീതി അധിഷ്ഠിതമായ വികസനം എന്ന് പറയുന്നത്. അപ്പോൾ സർവ്വതല സ്പർശിയും സാമൂഹ്യ നീതി അധിഷ്ഠിതമായ വികസനം എന്ന കാഴ്ചപ്പാടോടെയാണ് കേരളം മുന്നോട്ട് നീങ്ങിയത്. അതിന് നല്ല മാറ്റമുണ്ടായിരിക്കുന്നു. വലിയ മാറ്റമാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടുന്ന് മുന്നോട്ട് പോകണം. ഇവിടുന്ന് മുന്നോട്ട് പോകുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ എല്ലാ തലങ്ങളിലും വേണം. ഇപ്പോൾ ആ മാറ്റത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ പറയുന്ന ഇന്നൊവേറ്റേഴ്സ് പ്രോഗ്രാം. യങ് ഇന്നൊവേറ്റേഴ്സ് പ്രോഗ്രാം എന്നത് അതിൻ്റെ ഒരു ഭാഗമാണ്. എന്നാൽ ഇത് മാത്രമാണോ? നമ്മുടെ സംസ്ഥാനത്ത് 30ഓളം സെൻറ്റർ ഓഫ് എക്സലൻസുകളാണ് വരുന്നത്. പലതും യാഥാർത്ഥ്യമായി കഴിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നാടിൻ്റെ വലിയ മാറ്റമല്ലേ? നമ്മുടെ നാട് ഏത് തരത്തിലേക്ക് ഉദിച്ചുയരുന്നു എന്നല്ലേ കാണിക്കുന്നത്. ഇതിൻ്റെ ഫലം എന്താണ്? രാജ്യത്തിൻ്റെ പൊതുവായ അംഗീകാരം പല കാര്യങ്ങളിലും നമ്മുടെ സംസ്ഥാനത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്പർ 1 എന്ന നിലയിലേക്ക് പല കാര്യങ്ങളിലും കേരളം മാറിക്കൊണ്ടിരിക്കുന്നു. അത്തരം കാര്യങ്ങളെല്ലാം നമുക്ക് നേടാൻ കഴിഞ്ഞത് ഈ ഒരു കാഴ്ചപ്പാടിൻ്റെ ഭാഗമായാണ്. അപ്പോൾ വികസിത കേരളം, അതാണ് നവകേരളം എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്. അത് മറ്റ് വികസിത രാഷ്ട്രങ്ങളോട് കിടപിടിക്കാവുന്ന അവസ്ഥയിലായിരിക്കും. ഒരു ഉദാഹരണം കൂടി ഞാൻ പറയാം, നമ്മുടെ നാട് ഇവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത്. നമ്മുടെ അമ്മമാർ പ്രസവിക്കുമ്പോൾ
ചില കുഞ്ഞുങ്ങൾ പെട്ടെന്ന് മരിച്ചു പോകാറുണ്ടല്ലോ, നവജാത ശിശുക്കളുടെ മരണം. അത് അമേരിക്കയിൽ 5.6 1000 കുഞ്ഞുങ്ങൾ പ്രസവിക്കുമ്പോൾ 5.6 എന്താണ് അവിടുത്തെ കണക്ക്. നമ്മൾ ഇപ്പോൾ 5. അതായത് അമേരിക്കയെ കവച്ചു വെക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കും. എല്ലാ കാര്യങ്ങളിലും കവച്ചു വെച്ചു എന്നല്ല, പക്ഷേ ഈ കാര്യത്തിൽ നമ്മൾ കവച്ചു വെച്ചിരിക്കുക. അതാണ് നമ്മുടെ സാമൂഹ്യ രംഗത്തെ ഇടപെടലിൻ്റെ ഭാഗം. എല്ലാവർക്കും വികസനത്തിൻ്റെ സ്വാദ്, എല്ലാ പ്രദേശങ്ങളിലും വികസനത്തിൻ്റെ സ്പർശം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മാറ്റം വരുന്നത്. ഇത് നമുക്ക് കൂടുതൽ വികസിപ്പിക്കാനാവണം. അതാണ് നവകേരളത്തിൻ്റെ ഉദ്ദേശം. ഇനി നമ്മുടെ ധനമന്ത്രി പറഞ്ഞാൽ പോരെ ബാക്കി കാര്യങ്ങൾ? എന്നെ പോകാൻ അനുവദിച്ചാൽ. ശരി സാർ, ഒരു ചോദ്യം കൂടി, ഒരൊറ്റ ചോദ്യം കൂടി സാർ. സാർ, അങ്ങയോടുള്ള ഒരു ചോദ്യം പേഴ്സണൽ ക്വസ്റ്റ്യൻ പോലെ ചോദിച്ചതാണ്. ഒരു കുട്ടിക്ക് ആഗ്രഹം മുഖ്യമന്ത്രിയോട് എനിക്കൊരു ചോദ്യം ചോദിക്കണം എന്നാണ്. അത് ബെർണാഡ് ജോഷിയാണ്, കണ്ണൂരിൽ നിന്ന്, കേളകത്ത് നിന്ന് വന്ന ബെർണാഡ് ജോഷിക്കാണ്. സെൻറ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കണ്ണൂർ കേളകത്ത് ബെർണാഡ് ജോഷിക്ക് മുഖ്യമന്ത്രിയോട് തന്നെ എനിക്കൊരു ചോദ്യം ചോദിക്കണം എന്ന് പറഞ്ഞു. നമസ്കാരം സാർ, എൻ്റെ പേര് ബെർണാഡ് ജോഷി. ഞാൻ കണ്ണൂർ ജില്ലയിലെ കേളകം സെൻറ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിയാണ്. ഞാൻ YIP 8.0 വിന്നറാണ്. ഞങ്ങളുടെ ഗ്രൂപ്പിൽ 2 പേര് കൂടെ ഉണ്ട്, അഗസ്റ്റിൻ ജെയിംസ് ആൻഡ് അർണോൾഡ് ജെബേൽ ജെയ്സൺ. അപ്പം എനിക്ക് സാറിനോട് ചോദിക്കാൻ ആഗ്രഹമുള്ള ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന നിലയിൽ വരും തലമുറ നേരിടുന്ന ഏത് തരത്തിലുള്ള വികസന പ്രശ്നത്തിലാണ് അങ്ങ് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത്? കേരളത്തിൻ്റെ വികസന പ്രശ്നങ്ങളിലാണ് പൊതുവിൽ നിങ്ങൾ താല്പര്യം കാണിക്കുന്നത് എന്നത് നല്ല കാര്യമാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് ഈ ചോദ്യവും. നല്ല ചോദ്യമാണ്. ഇതിൽ നമ്മുടെ നാടിൻ്റെ എല്ലാ മേഖലയും കൂടുതൽ വികസിക്കുക എന്നത് തന്നെയാണ് നമ്മൾ കാണുന്നൊരു കാര്യം. അത് പൊതുവെ ജനങ്ങളുടെ ജീവ നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. ഇപ്പോൾ നിങ്ങളുടെ പഠനം കഴിഞ്ഞ് ഉന്നത വിദ്യാഭ്യാസം +1 +2 ആണല്ലോ നിങ്ങൾ പലരും. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കടക്കുമ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് കൂടുതൽ നല്ല കോഴ്സുകൾ, നല്ല സ്ഥാപനങ്ങൾ ഉണ്ടാവുക എന്നത് ഏറ്റവും പ്രധാനമാണ്. അപ്പോൾ കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖല വലിയ തോതിൽ ശാക്തീകരിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് നമ്മളിപ്പോൾ ലക്ഷ്യമിട്ടിട്ടുള്ളത്. നല്ല രീതിയിൽ ആ പ്രവർത്തനങ്ങൾ നമുക്ക് പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി നമ്മുടെ യൂണിവേഴ്സിറ്റികൾ, രാജ്യത്തെ യൂണിവേഴ്സിറ്റികളുടെ കൂട്ടത്തിൽ നല്ല അംഗീകാരം നേടുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി A++ നേടിയ യൂണിവേഴ്സിറ്റികൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. കോളേജുകൾ ആദ്യത്തെ 100-ൽ വലിയ തോതിൽ നമുക്ക് സ്ഥാനം പിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, യൂണിവേഴ്സിറ്റികളും കലാലയങ്ങളുമൊക്കെ നല്ല രീതിയിൽ രാജ്യത്തെ എണ്ണപ്പെടുന്ന തരത്തിലേക്ക് മാറാൻ നമുക്ക് ഇടവന്നിട്ടുണ്ട്. ഇത് കൂടുതൽ മെച്ചപ്പെടുത്തുക, നല്ല രീതിയിൽ പുതിയ കോഴ്സുകൾ കൊണ്ടുവരിക, ആവശ്യമായ പിന്തുണ അതിനുവേണ്ടി നൽകുക, ഇതൊക്കെ നമ്മുടെ സമൂഹത്തെ വലിയ തോതിൽ മാറ്റിമറിക്കുന്നതിന് ഇടയാക്കുന്ന ഒന്നാണ്. അപ്പോൾ നിങ്ങൾ പ്രധാനമായും കേന്ദ്രീകരിക്കേണ്ടത് ഇപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളിലാണ്. പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ അതിന് നല്ല പഠനത്തിനുള്ള സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കുന്നു. ആ പഠനം ഇവിടെ ഒരുക്കിയാൽ ഇന്ന് ലോകത്തെ ആകെ ഉള്ളം കയ്യിൽ കാണുന്ന കുട്ടികളാണ് നിങ്ങൾ. ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് നല്ല കോഴ്സുകളുണ്ട്, നല്ല സ്ഥാപനങ്ങളുണ്ട്, അവിടെ പോകാനും പഠിക്കാനും ആഗ്രഹിക്കുന്ന ഒരുപാട് കുട്ടികൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അതിൻ്റെ ഭാഗമായി പലരും പോകുന്നുണ്ട്. പക്ഷെ അങ്ങനെ പോകുന്ന പലരും പലപ്പോഴും ശരിയായ രീതിയിലുള്ളിടത്ത് എത്തിച്ചേരുന്നില്ല. അവർ ചെന്ന് ചേരുന്ന സ്ഥാപനങ്ങൾ അത്രമാത്രം അംഗീകൃത സ്ഥാപനങ്ങളാകുന്നില്ല, യോഗ്യതയുള്ള സ്ഥാപനങ്ങളാകുന്നില്ല. അതിൻ്റേതായ വിഷമം പിന്നീട് ചെന്ന് ചേർന്നതിന് ശേഷം അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളിലും വ്യക്തത വരുത്താനുള്ള സംവിധാനം ഇപ്പോൾ ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ വിദേശ സഹോദരങ്ങൾ, അവർക്ക് വേണ്ടിയുള്ള ഒരു വകുപ്പാണ് നോർക്ക വകുപ്പ്. ഇതിനിടയിൽ നമ്മുടെ ലോക കേരള സഭ എന്നൊരു സംവിധാനം ചേർന്നിരുന്നു. അവിടെ പുറത്തുള്ള യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലും മറ്റും പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക് അവർക്ക് വേണ്ടിയുള്ളൊരു ആപ്പ് ഇപ്പോൾ തയ്യാറാക്കിയിട്ടുണ്ട്. അവിടെ കടന്നാൽ
എന്താണ് ആ സ്ഥാപനത്തിൻ്റെ നിലവാരമെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആരും ചതിയിൽപ്പെടുന്ന അവസ്ഥയുണ്ടാവില്ല. പക്ഷേ നമ്മളവിടെ പോകാനല്ല പ്രോത്സാഹിപ്പിക്കുന്നത്. ഇവിടെ അതിന് പകരമായിട്ടുള്ള നല്ല യോഗ്യതയുള്ള സ്ഥാപനങ്ങളും നല്ല രീതിയിലുള്ള കോഴ്സുകളും ഒരുക്കുക എന്നുള്ളത്, ആധുനികമായ കോഴ്സുകൾ, അതിനാവശ്യമായ നടപടികൾ സ്വീകരിച്ചു പോവുകയാണ്. നല്ല മാറ്റം ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും. ജോലി എന്നത് ഇന്നത്തെ തലമുറയെ നമ്മൾ ഒരു ജോലി തേടുന്നവരാക്കി തീർക്കുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. പലപ്പോഴും ഇവിടെ ജോലി നൽകുന്നവരായിട്ട് മാറുകയാണ്. നിങ്ങൾ തന്നെ കുറച്ച് പേര് ചേർന്നുകൊണ്ട് വിവിധ തരത്തിലുള്ള സ്റ്റാർട്ടപ്പുകൾക്ക് രൂപം കൊടുക്കുന്നു. അപ്പോൾ തൊഴിൽ തേടുന്നതിന് പകരം തൊഴിൽ ദാതാക്കളായി മാറുന്നു. ഈ തരത്തിലേക്ക് നമ്മുടെ തലമുറ മാറുകയാണ്. മാത്രമല്ല, ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ വലിയ തോതിലുള്ള മാറ്റം നമ്മുടെ വ്യാവസായിക രംഗത്ത് വരുന്നു. വലിയ ബഹുരാഷ്ട്ര സ്ഥാപനങ്ങൾ ഇങ്ങോട്ട് വരികയാണ്. ആ സ്ഥാപനങ്ങൾ വന്നിട്ട് ഇവിടെ ആധുനിക വ്യവസായങ്ങൾ തുടങ്ങുകയാണ്. അപ്പോൾ പലർക്കും, നമ്മുടെ നാട്ടിലുള്ള ചെറുപ്പക്കാർക്ക് ആ സ്ഥാപനങ്ങളിൽ തൊഴിൽ കിട്ടുന്നു. ആ സ്ഥാപനങ്ങളിലെ തൊഴിലിന് യോഗ്യത കിട്ടുമാറുള്ള കോഴ്സുകൾ അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതത് സ്ഥാപനങ്ങളിൽ നമ്മളിപ്പോൾ ഒരുക്കുകയാണ്. വ്യവസായങ്ങളുമായി ചർച്ച ചെയ്തുകൊണ്ട് തന്നെ, വ്യവസായ സ്ഥാപനങ്ങളുമായി ചർച്ച ചെയ്തുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കോഴ്സുകൾ ഒരുക്കാൻ നമുക്ക് കഴിയുന്നു. അപ്പോൾ വലിയ മാറ്റമാണ് ഇത്തരം കാര്യങ്ങളിൽ സംഭവിക്കുന്നത്. അങ്ങനെയുള്ള മാറ്റം പുതിയ കാലത്ത് ഇവിടെ തന്നെ നല്ല രീതിയിൽ തൊഴിൽ ലഭിക്കുന്നതിനിടയാക്കും. ഇതിനെല്ലാം പറ്റിയൊരു അന്തരീക്ഷം കേരളത്തിലുണ്ട് എന്ന് നമ്മൾ കാണണം. ഞാൻ കഴിഞ്ഞ ദിവസം അസംബ്ലിയിൽ പറഞ്ഞ ഒരു കാര്യം നിങ്ങളെ ശ്രദ്ധയിൽ കൂടിപ്പെടുത്താം. നമ്മുടെ വ്യവസായ മന്ത്രി ഒരു വ്യവസായ ഗ്രൂപ്പിൻ്റെ പ്രധാനികളെയും കൂട്ടി എന്നെ കാണാൻ വന്നു. അപ്പോൾ അവരൊരു വ്യവസായ സ്ഥാപനം തുടങ്ങാനാണ് ഉദ്ദേശിക്കുന്നത് കേരളത്തിൽ. അപ്പോൾ വന്നവർ ആ സ്ഥാപനത്തെ പറ്റി വിശദീകരിക്കുകയാണ്. ആ സ്ഥാപനം എത്രയാണ് മുടക്കുമുതലെന്നറിയാം? 3 ലക്ഷം കോടിയിൽ പരം രൂപയാണ്. 3 ലക്ഷം കോടിയിൽ പരം രൂപയുടെ ഒരു സ്ഥാപനം കേരളത്തിൽ വരിക എന്ന് പറയുന്നത് അത് ഭയങ്കര ആശ്ചര്യമുള്ള കാര്യമാണ്. അപ്പം ഞാൻ സ്വാഭാവികമായിട്ട് അവരോട് ചോദിച്ചു, നിങ്ങളെന്താണ് കേരളത്തിലേക്ക് വരാൻ കാരണം, ഇങ്ങനെ വരണം തോന്നാൻ എന്താണ് കാരണം? അപ്പോൾ അവർ പറയുകയാണ്, ഇവിടെ നല്ല നിലയിലുള്ള സമാധാനം നിലനിൽക്കുകയാണ്, ഞങ്ങൾക്കൊരു ശങ്കയുമില്ലാതെ നിക്ഷേപം നടത്താം, ഒരു കമ്മ്യൂണൽ പ്രശ്നം ഇവിടെയില്ല, ശാന്തിയും സമാധാനവും നിലനിൽക്കും. ഇതാണ് നമ്മുടെ നാട്. നമ്മൾ മഹാഭാഗ്യവാന്മാരാണ്. ശാന്തിയും സമാധാനവും നിലനിൽക്കുന്നൊരു നാട്. ഇവിടെ കുട്ടികൾ കഴിഞ്ഞ തവണ നമ്മുടെ യൂണിവേഴ്സിറ്റികളിലൊക്കെ അപേക്ഷിച്ചത് പുറം രാജ്യങ്ങളിൽ നിന്ന് വന്നവരുടെ എണ്ണം വളരെ കൂടുതലായിരുന്നു. ഇനി ആ എണ്ണം വലിയ തോതിൽ കൂടാനാണ് പോകുന്നത്. കാരണം നമ്മുടെ നാടിൻ്റെ മനോഹാരിത, പ്രകൃതി ഭംഗി, ഇവിടുത്തെ ശാന്തമായ അന്തരീക്ഷം, ഇവിടെ ജീവിച്ചാൽ ഇവിടെ തന്നെ ജീവിക്കണമെന്ന് കൊതിക്കുന്ന ഒരവസ്ഥ ആളുകളിലുണ്ടാകും. അവിടെയെല്ലാം നമുക്ക് ജീവിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് മഹാഭാഗ്യമായി നമുക്ക് കരുതാം. മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല. എനിക്ക് ഇനി അങ്ങോട്ട് പോകേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും നല്ല ഭാവി ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കും.